ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി ബീഫ് വരട്ടീൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ എല്ലാവരും കാണാൻ ശ്രമിക്കണേ. അതിനുവേണ്ടി നമ്മളിത് അവിടെ 1 കിലോ ബീഫ് നന്നായി ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ ഈ കുക്കറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുകയാണേ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ഉപ്പ്, അതേപോലെ കുറച്ച് കുരുമുളക് അതും കൂടെ ഇട്ടിട്ട് കൈ വെച്ചിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നന്നായിട്ടൊന്ന് ഇതേപോലെ ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ മസാലയൊക്കെ നല്ല രീതിയിൽ പിടിക്കാൻ വേണ്ടി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അതിനുശേഷം കുക്കർ അടച്ച് വെച്ച് ഞാനൊരു 4 വിസിലടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വിസിലൊക്കെ ഓരോരോ കുക്കറിനനുസരിച്ച് മാറ്റം ഉണ്ടാവുക. ഞാനൊരു 3/4 വേവിലാണ് ആക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊന്ന് വേകുന്ന സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യുക, ഒരു ഉരുളിച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കുക. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ എന്ത് ചെയ്യുക, നമുക്ക് തീ ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ വെളുത്തുള്ളിയൊക്കെ അടുക്കി പിടിച്ചാൽ ഭയങ്കര ഒരു ടേസ്റ്റ് മാറ്റമായിരിക്കും കേട്ടോ. അപ്പോൾ തീ ഒന്ന് നന്നായിട്ട് അതിനെ കുറച്ച് വെച്ചതിന് ശേഷം പെട്ടെന്നൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ചേർത്ത ആ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ അതിൻ്റെ ഒക്കെ ഒരു പച്ചമണം മാറി വന്നതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യുക, ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ച പിന്നെ വലിയുള്ളി, തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതൊന്ന് പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ഞാൻ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം ഞാനിതൊന്ന് അടച്ച് വെക്കുന്നുണ്ട്. പെട്ടെന്ന് ഈ ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് വാടി കിട്ടാൻ വേണ്ടി ഒന്ന് അടച്ച് വെച്ച് ഒന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഉള്ളിയും തക്കാളിയൊക്കെ ഇതാ ഇവിടെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യുക, ഇതിലേക്കുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. മസാലപ്പൊടികളൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കുറയ്ക്കുകയും കൂട്ടുകയും ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, അതേപോലെ ചെറിയ ജീരകം പൊടിച്ചതുണ്ടല്ലോ, അത് ഞാൻ പിന്നെ വീട്ടിൽ തന്നെ പൊടിച്ചതാണ്. അതുകൊണ്ടാണ് ഒരു ചെറിയൊരു തരി കേട്ടോ. അപ്പോൾ അത് ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും മണവും തന്നെയാണ് കേട്ടോ. അതിന് ശേഷം കുറച്ച് കുരുമുളകിൻ്റെ പൊടി, പിന്നെ ഇതാക്കണ കറിവേപ്പില, മല്ലിച്ചപ്പ് അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനെപ്പോഴും കറിയിൽ മല്ലിച്ചപ്പ് കുറച്ച് കൂടുതൽ ഇടുന്ന ആളാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ എന്ത് ചെയ്യുക, അത് ഒഴിവാക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളെ ബീഫ് ഇതാക്കുന്നത് ഞാനിവിടെ വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലുള്ള ഈ ഒരു സ്റ്റോക്ക് ഉണ്ടല്ലോ, ഈ വേവിച്ച ഈ ഒരു വെള്ളം, അത് ഞാൻ ഈ ഒരു ഉള്ളിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഞാൻ എന്ത് ചെയ്യാണ്, ഇതൊന്ന് അടച്ച് വെച്ച് ഒന്നുകൂടി ഒന്ന് വേവിച്ചെടുക്കാൻ കേട്ടോ. നമ്മൾ ചേർത്ത ആ സ്റ്റോക്ക് ഉണ്ടല്ലോ, അതൊക്കെ വറ്റി ഉള്ളിയൊക്കെ നല്ല സോഫ്റ്റ് ആവുന്നത് വരെ ഒന്ന് മൂടി വെച്ചിട്ടൊന്ന് വെയിറ്റ് ചെയ്യണേ. അപ്പോൾ ഇതാ നമ്മൾ ചേർത്ത ഉള്ളിയൊക്കെ നല്ല സോഫ്റ്റായി, എണ്ണയൊക്കെ നമ്മൾ ചേർത്ത എണ്ണ ഉണ്ടല്ലോ അതൊക്കെ തെളിഞ്ഞ് ഇതേപോലെ വന്നാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് നമ്മൾ നേരത്തെ പിന്നെ വേവിച്ച് വെച്ച ബീഫ് ഉണ്ടല്ലോ, നമ്മൾ സ്റ്റോക്ക് മാത്രമല്ലേ നമ്മൾ നേരത്തെ ഒഴിച്ചിട്ടുള്ളൂ, അതെന്ത് ചെയ്യുക, ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിലേക്ക് കാര്യമായിട്ടുള്ളൊരു സംഭവം ചേർക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, ബീഫ് മസാല. അതും കൂടി ഞാൻ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഒന്നുകൂടി നമുക്ക് എന്ത് ചെയ്യാം, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു മസാലയൊക്കെ ഇടുന്നിട്ട് എന്ത് ചെയ്യണോ, ഈ ഒരു ബീഫ് നന്നായിട്ട് വെന്ത് നല്ല ഡ്രൈ ആയിട്ട് ഒരു കളർ ചേഞ്ച് ആവുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യണം, ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, തുറന്നിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിതാ ഇതൊന്ന് ഇപ്പോൾ ഒന്ന് അടച്ച് വെച്ച് കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതാക്കണ ലോ ഫ്ലെയിമിലായിരുന്നു ഇട്ടത്. അപ്പോൾ ഞാൻ തുറന്ന് നോക്കുമ്പോൾ അതേപോലെ ആയിട്ടുണ്ട്. അപ്പോൾ അതാ ഡ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചേർത്ത ഉള്ളി ഉണ്ടല്ലോ, ചെറുതായിട്ടായിരുന്നല്ലോ ഉള്ളി അരിഞ്ഞത്, ആ ഒരു ഉള്ളി എന്ത് ചെയ്യും, നമ്മൾ ഈ ഉരുളിച്ചട്ടിയിൽ ഇതാ അടിയിൽ ഇങ്ങനെ ഇതേപോലെ കാണും കേട്ടോ. അത് നമ്മൾ എന്ത് ചെയ്യുക, ഇതേപോലെ ഇളക്കിയിട്ട് എന്ത് ചെയ്യുക, ഇതിലേക്ക് മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ. അപ്പോഴാണ് കേട്ടോ ഇത് നന്നായിട്ട് ഡ്രൈ ആയി വരിക, അതേപോലെ നല്ല ടേസ്റ്റിലും ആയി വരിക. പിന്നെ എനിക്ക് കുറച്ച് ഗ്രേവിൻ്റെ ആവശ്യമുണ്ട്, അതുകൊണ്ട് ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് ഡ്രൈ ആക്കുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് സമയം കൂടെ ഒന്ന് ഡ്രൈ ആക്കി എടുത്താൽ നല്ല ഒരു കളർ ചേഞ്ചും വരും, ഒരു ബ്ലാക്ക് കളറിൽ ബീഫായി വരികയും ചെയ്യും കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഗ്രേവിൻ്റെ ആവശ്യമുള്ളത് കൊണ്ട് മാത്രം എന്ത് ചെയ്യാണ്, ഈ ഒരു രീതിയിൽ ആക്കിയെടുക്കുകയാണ് കേട്ടോ. എന്നാൽ ഇതേപോലെ ആയാലും ടേസ്റ്റിന് ഒട്ടും കുറവുണ്ടാവില്ല കേട്ടോ. ഒന്നുകൂടി ഡ്രൈ ആണ് വേണ്ടതെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാക്കണ നമ്മളെ അടിപൊളി ബീഫ് വരട്ടിയത് ഇതവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മളുണ്ടാക്കിയോണ്ട് പറയല്ലോ കേട്ടോ, അടിപൊളി ടേസ്റ്റാണ്. ഒരു പ്രാവശ്യമെങ്കിലും ബീഫ് ഇട്ടുമ്പോൾ ഇതേപോലെ ചെയ്ത് നോക്കുക. അപ്പോൾ എന്താ ചെയ്യുക, ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.